നബിവാക്യം. എൻ്റെയും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും ഉപമ ഇതാണ്. ഒരാൾ അതിമനോഹരമായൊരു വീട് നിർമ്മിച്ചു. പക്ഷെ അതിൻ്റെ മൂലയിൽ ഒരു ഇഷ്ടികയ്ക്കുള്ള സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. ജനങ്ങൾ ആ വീട് ചുറ്റി നടന്ന് കണ്ടു. എന്നാൽ ആ വിടവ് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു ഇഷ്ടിക കൂടി ഇവിടെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാനാണ് ആ ഇഷ്ടിക, അഥവാ ആ ഇഷ്ടികയുടെ സ്ഥാനമാണ് പ്രവാചക ശൃംഖലയിൽ എനിക്കുള്ളത്. ഞാനാണ് അന്ത്യപ്രവാചകൻ. ഒന്നാമത്തെ മനുഷ്യൻ ആദം ആയിരുന്നു. തൻ്റെ സന്താന പരമ്പരകൾക്ക് ഒരു പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ശേഷം പല കാലഘട്ടങ്ങളിലായി ഏതാണ്ട് 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകസൃഷ്ടാവായ ദൈവത്താൽ നിയോഗിതരായിട്ടുണ്ട്. അവരിൽ പ്രമുഖരായിരുന്നു എബ്രഹാം, അതായത് ഇബ്രാഹിം, മോസസ്, ഈസ അഥവാ യേശു എന്നിവർ. അവരൊക്കെ ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി. വിശുദ്ധ ഖുർആനിൽ നബിയുടെ നിയോഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നബിയെ, ജനങ്ങളോട് പറയുക, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് ആകമാനമായി നിയോഗിക്കപ്പെട്ട ദേവദൂതനാണ്. അദ്ദേഹം 33-40 സൂക്തത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ദൈവദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാണ്. തിരുമേനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിലേക്കും കാലത്തേക്കും നിയോഗിക്കപ്പെട്ടവരായിരുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ അന്നത്തെ പരിതസ്ഥിതിയായിരുന്നു അതിന് കാരണം. ബുദ്ധിപരമായും സാമൂഹ്യമായും നാഗരികമായും മനുഷ്യൻ വളർന്നു വരികയായിരുന്നു. ആവശ്യമായ പക്വതയും പാകതയും അവരിൽ സംജാതമായി തുടങ്ങിയ ഘട്ടത്തിലാണ് നബി തിരുമേനി അന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. ഈ കാര്യം വിശുദ്ധ ഖുർആനിൽ 34-ാം അധ്യായം 28-ൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: താങ്കളെ നാം ജനങ്ങൾക്കാകമാനം സന്തോഷവാർത്ത അറിയിക്കുവാനും ദൈവധിക്കാരികൾക്ക് താക്കീത് നൽകുവാനും വേണ്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല.